നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കണോമി അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന യൂണിറ്റിൻ്റെ നോട്ട്സ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം നോട്ട്സിൻ്റെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള 8ാം ക്ലാസ്സിൻ്റെ വീഡിയോസ് എല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ്, അതായത് ഈ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എക്കണോമി എന്ന യൂണിറ്റിൻ്റെ 3 പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പുള്ള യൂണിറ്റ്സിൻ്റെയും ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെയും 8ാം ക്ലാസ്സിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് കാണാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹൗ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ഇൻ മിക്സഡ് എക്കണോമി? മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ദ മാർക്കറ്റ്സ് ആൻഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് സിസ്റ്റം. ത്രൂ ദ മാർക്കറ്റ്സ് എന്ന് വെച്ചാൽ വിപണി അല്ലേ, വിപണികളിലൂടെയും മാർക്കറ്റിലൂടെയും. പിന്നെ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ കേന്ദ്രീകൃത, പ്ലാനിംഗ് സിസ്റ്റം ആസൂത്രണ സംവിധാനം. അപ്പോൾ മാർക്കറ്റ്സിൽ കൂടിയും സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് സിസ്റ്റത്തിൽ കൂടിയുമാണ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. എവിടെ? ഇൻ മിക്സഡ് എക്കണോമി അല്ലേ, മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് മിക്സഡ് എക്കണോമിയിൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ദ മാർക്കറ്റ്സ്, മാർക്കറ്റിലൂടെയും പിന്നെ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് സിസ്റ്റം, കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനങ്ങളിലൂടെയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർവെൻഷൻ ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് എന്നാണ്. പ്രൈവറ്റ് എൻ്റർപ്രൈസ് ഈസ് സീൻ ഇൻ സോഷ്യലിസ്റ്റ് എക്കണോമി. അതായത് പ്രൈവറ്റ് എൻ്റർപ്രൈസ് എന്ന് വെച്ചാൽ സ്വകാര്യ സംരംഭങ്ങളുടെ അതിൻ്റെ പങ്കാളിത്തം നമുക്ക് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലുണ്ട് എന്നാണ് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻ്റർവെൻഷൻ ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ഈസ് സീൻ ഇൻ സോഷ്യലിസ്റ്റ് എക്കണോമി. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഈ പ്രൈവറ്റ് എൻ്റർപ്രൈസിൻ്റെ അല്ലെങ്കിൽ സ്വകാര്യ സംരംഭങ്ങളുടെ ഇൻ്റർവെൻഷൻ, കടന്നുകയറ്റം ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പങ്കാളിത്തം ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി റൈറ്റ് വെദർ ദ അബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. മുകളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രസ്താവന ശരിയാണോ തെറ്റാണോ, ട്രൂ ആണോ ഫോൾസ് ആണോ, ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണോ തെറ്റാണോ? പ്രൈവറ്റ് എൻ്റർപ്രൈസ് അല്ലെങ്കിൽ സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തം സോഷ്യലിസ്റ്റ് എക്കണോമിയിലുണ്ടോ? ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഉണ്ട്. അത് ഉണ്ട് അല്ലേ, ഇപ്പം അതുണ്ട്. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടേ? ട്രൂ അല്ലേ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ട്രൂ എന്ന് എഴുതുക. സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ട്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? എന്താണ്? ഈ പ്രസ്താവന ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സോഷ്യലിസ്റ്റ് എക്കണോമി ഡാഷ് വിൽ ടേക്ക് ഡിസിഷൻസ് ഓൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഡാഷ് ആണ്. ആരാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത്? സർ, എ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് കമ്മിറ്റി, ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി. ഇതാണ് സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ കേന്ദ്രീകൃത അല്ലേ, പ്ലാനിംഗ് കമ്മിറ്റി ആസൂത്രണ സമിതി ആണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമി? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സബ്ജക്ട്സ് ഓർ ടോപ്പിക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റഡി ഓഫ് എക്കണോമിക്സ്? അതായത് എന്തിനെയൊക്കെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത്? സാമ്പത്തിക ശാസ്ത്രം എന്നും പറഞ്ഞ് നമ്മൾ പഠിക്കുവാണ്, അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുവാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന അതിൻ്റെ അകത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ്? 1, ഹ്യൂമൻ നീഡ്സ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ. എന്താണ്? ഹ്യൂമൻ നീഡ്സ്. 2, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. പിന്നെ ഡിഫറെൻറ്റ് എക്കണോമീസ്, വിവിധ തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിവിധ തരത്തിൽ സമ്പദ് വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് 3 നമ്മൾ പഠിച്ചു. പിന്നെന്താണ്? ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ബാങ്കിങ് അതിനെക്കുറിച്ച്, പിന്നെ മാർക്കറ്റ്, കമ്പോളം അതിനെക്കുറിച്ച്, പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, സാധനങ്ങളും സേവനങ്ങളും. ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എക്കണോമിക്സിൻ്റെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഒന്നും കൂടെ നമുക്ക് പറയാം. എന്തൊക്കെയാണ്? ഹ്യൂമൻ നീഡ്സ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ. എക്കണോമിക് പ്രോബ്ലംസ്,
ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഡിഫറെൻറ്റ് എക്കോണമീസ് എന്ന് വെച്ചാൽ വിവിധ സമ്പദ് വ്യവസ്ഥകൾ, ബഡ്ജറ്റ്, ബാങ്കിങ് തന്നെ, പിന്നെ മാർക്കറ്റ്, കമ്പോളം, ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും, ഇതെല്ലാമാണ് എക്കണോമിക്സിൻ്റെ സ്റ്റഡിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആദം സ്മിത്ത്. ആരാണ്? ആദം സ്മിത്താണ് ഫാദർ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. അടുത്തത്, ഹു എൻവിഷൻഡ് എക്കണോമിക്സ് ആസ് ദ ബ്രാഞ്ച് ദാറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്? മനുഷ്യൻ്റെ ആവശ്യങ്ങളും അല്ലെങ്കിൽ ഹ്യൂമൻ വാണ്ട്സ് അതും പിന്നെ ലിമിറ്റഡ് റിസോഴ്സസ് പരിമിതമായ വിഭവങ്ങളും ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് ആരാണെന്ന്. അപ്പോൾ ഹു എൻവെൻഷൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ആസ് എ ബ്രാഞ്ച്, ഒരു ബ്രാഞ്ചാണ്. ദാറ്റ് ഡീൽസ് വിത്ത് അത് ഡീൽ ചെയ്യുന്നു. എന്താണ് ഡീൽ ചെയ്യുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഹ്യൂമൻ വാണ്ട്സും പിന്നെ ലിമിറ്റഡ് റിസോഴ്സസ് പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധത്തിനെ കാണിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കാനുള്ള 2 കീ വേർഡ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങൾ, ഇവയുടെ ബന്ധം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എഴുതേണ്ട ആളിൻ്റെ പേര് എന്താണ്? ലയണൽ റോബിൻസ്. അതാണ് ലയണൽ റോബിൻസ്. ഹ്യൂമൻ വാണ്ട്സും ലിമിറ്റഡ് റിസോഴ്സസും അല്ലേ, മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമാണ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ലയണൽ റോബിൻസ് ആണ്. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറേയധികം സാമ്പത്തിക ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ എക്കണോമിക് സയൻറ്റിസ്റ്റിൻ്റെ പേര് പഠിക്കും. പിന്നെ അവരുടെ സംഭാവനകൾ, അവരുടെ പ്രധാനപ്പെട്ട എക്കണോമിക്സിൽ അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി എ കോളത്തിലും ബി കോളത്തിലും കുറേ എക്കണോമിസ്റ്റിൻ്റെയൊക്കെ പേര് എ കോളത്തിൽ തരും. അതിൻ്റെ അപ്പുറത്തെ ബി കോളത്തിൽ സംഭാവനകൾ എന്താണ്, കോൺട്രിബ്യൂഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ തരും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ കറക്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ലൊരു ക്വസ്റ്റ്യനാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഓരോ ആൾക്കാരും അവരുടെ കീ പോയിൻറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വച്ചേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ആളെ പഠിക്കാം നമുക്ക്. അടുത്ത ഒരു എക്കണോമിസ്റ്റാണ് കേട്ടോ. വാട്ട് വാസ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ഡേവിഡ് റിക്കാർഡോ ഇൻ ദ ഫീൽഡ് ഓഫ് എക്കണോമിക്സ്? ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോയുടെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള സംഭാവനകൾ എന്തെല്ലാം? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിച്ച ആളിൻ്റെ പേരെന്താണ്? ആദ്യം നമ്മൾ ആദം സ്മിത്ത് പഠിച്ചു, ഫാദർ ഓഫ് എക്കണോമിക്സ്. രണ്ടാമത് പഠിച്ച ആളിൻ്റെ പേര് ലയണൽ മെസ്സി ആണോ? ലയണൽ മെസ്സി ആണോ? അല്ല, ലയണൽ റോബിൻസ്. അതാണ് ലയണൽ റോബിൻസ് ആണ്. ലയണൽ റോബിൻസ് പറഞ്ഞ കാര്യം എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ നീഡ്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് അല്ലേ, മനുഷ്യൻ്റെ ആവശ്യങ്ങളും പിന്നെ പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ എക്കണോമിസ്റ്റായ ഡേവിഡ് റിക്കാർഡോയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയോളൂ. ഡേവിഡ് റിക്കാർഡോ ഡെവലപ്ഡ് ദ തിയറി ഓഫ് റെൻറ്റ്. ഡേവിഡ് റിക്കാർഡോ ഡെവലപ്പ് ചെയ്തതാണ്, അദ്ദേഹം കൊണ്ടുവന്നൊരു സിദ്ധാന്തമാണ് തിയറി ഓഫ് റെൻറ്റ് അല്ലേ. തിയറി ഓഫ് റെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാട്ട സിദ്ധാന്തം എന്ന് പറയും. റെൻറ്റ് എന്ന് വെച്ചാൽ പാട്ടം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ പാട്ട സിദ്ധാന്തം, അതാണ് തിയറി ഓഫ് റെൻറ്റ്. റിഗാർഡിംഗ് ദ ലീസ് ഓഫ് ലാൻഡ്. ലീസ് ഓഫ് ലാൻഡ് അതായത് ഭൂമിയുടെ ലാൻഡിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ലീസ് എന്ന് വെച്ചാൽ പാട്ടം, അതിനെ സംബന്ധിച്ചുള്ളതാണ് ഈ പറയുന്ന തിയറി ഓഫ് റെൻറ്റ് എന്ന് പറയുന്നത്. റിഗാർഡിംഗ് ദ ലീസ് ഓഫ് ലാൻഡ് അല്ലേ, ഭൂമിയുടെ ലീസ് അല്ലേ, ഭൂമിയുടെ അല്ലെങ്കിൽ ലാൻഡിൻ്റെ ലീസ് അല്ലെങ്കിൽ ഭൂമിയുടെ പാട്ടത്തെ റിഗാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സംബന്ധിച്ചുള്ളതാണ് ഈ പറയുന്ന തിയറി ഓഫ് റെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡേവിഡ് റിക്കാർഡോയായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ കീ പോയിന്റ് തിയറി ഓഫ് റെൻറ്റ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹിസ് അനദർ തിയറി വാസ് ദാറ്റ്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിയറി എന്ന് പറയുന്നത് ദ ട്രേഡ് ബിറ്റ്വീൻ 2 കൺട്രീസ്, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്നത്, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ്? കച്ചവടം അല്ലേ. 2 രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടം ക്യാൻ ഇൻക്രീസ്, അത് വർദ്ധിപ്പിക്കുന്നു. എന്ത് വർദ്ധിപ്പിക്കുന്നു? ദ വെൽഫെയർ ഓഫ് ബോത്ത് കൺട്രീസ്, ആ 2 രാജ്യങ്ങളുടെയും വെൽഫെയർ എന്ന് വെച്ചാൽ അവരുടെ ക്ഷേമം വർദ്ധിപ്പിക്കും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
അപ്പോൾ ഡേവിഡ് റിക്കാർഡോയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് അദ്ദേഹത്തിൻ്റെത് തിയറി ഓഫ് റെൻറ്റ്. തിയറി ഓഫ് റെൻറ്റ് എന്തിനെക്കുറിച്ചുള്ളതാണ്? റിഗാർഡിംഗ് ദ ലീസ് ഓഫ് ലാൻഡ്, ലാൻഡിൻ്റെ ലീസിനെ സംബന്ധിച്ചുള്ളത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിയറി എന്ന് പറയുന്നത് ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് എന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുന്നു. എന്ത് വർദ്ധിപ്പിക്കുന്നു? ദ വെൽഫെയർ ഓഫ് ബോത്ത് കൺട്രീസ്. ആ രണ്ട് രാജ്യങ്ങളുടെയും വെൽഫെയർ അല്ലെങ്കിൽ ആ രണ്ട് രാജ്യങ്ങളുടെയും ക്ഷേമം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോയുടെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള സംഭാവനകൾ എന്തെല്ലാം? ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച ഇദ്ദേഹത്തിൻ്റെ പാട്ട സിദ്ധാന്തം വളരെ പ്രശസ്തമാണ്. അപ്പോൾ ഒന്ന് പാട്ട സിദ്ധാന്തം. അടുത്തത്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളുടെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തവും ഡേവിഡ് റിക്കാർഡോ കൊണ്ടുവന്നു. ഡേവിഡ് റിക്കാർഡോ കൊണ്ടുവന്ന മറ്റൊരു സിദ്ധാന്തം എന്താണ്? ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് എന്ത് വർദ്ധിപ്പിക്കുന്നു? ആ രണ്ട് രാജ്യങ്ങളുടെയും ക്ഷേമം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളൊരു സിദ്ധാന്തം. അപ്പോൾ 4 എക്കണോമിസ്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്തത്, പ്രിപ്പയർ എ നോട്ട് അബൌട്ട് ദ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ബൈ കാൾ മാർക്സ്. കാൾ മാർക്സ് എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ കാൾ മാർക്സിൻ്റെ തിയറി ഓഫ് സർപ്ലസ് വാല്യൂവിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. അപ്പോൾ കാൾ മാർക്സ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയും. സർപ്ലസ് വാല്യൂ എന്ന് വെച്ചാൽ മിച്ചമൂല്യം. അപ്പോൾ എന്താണ് സർപ്ലസ് വാല്യൂ? തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് വെച്ചാൽ മിച്ചമൂല്യ സിദ്ധാന്തം. അപ്പോൾ കാൾ മാർക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. നോക്കിയോളൂ. അക്കോർഡിംഗ് ടു ദ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ചമൂല്യ സിദ്ധാന്തം അനുസരിച്ച് ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ്, പ്രൊഡക്ഷൻ്റെ ബേസിസ് അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലേബർ ഓഫ് ദി വർക്കേഴ്സ്, തൊഴിലാളികളുടെ ലേബർ എന്ന് വെച്ചാൽ അവരുടെ അധ്വാനമാണ്. എന്താണ്? ഇസ് ദ ലേബർ ഓഫ് ദ വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ലേബർ എന്ന് വെച്ചാൽ അവരുടെ അധ്വാനമാണ്. ബട്ട് ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് ദിസ് ഈസ് ഗിവൺ ടു ദ ലേബർ. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ സ്മോൾ പോർഷൻ മാത്രമേ ആർക്ക് കൊടുക്കുന്നുള്ളൂ? ലേബറർക്ക് കൊടുക്കുന്നുള്ളൂ. ലേബർ എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് കൊടുക്കുന്നുള്ളൂ. ആൻഡ് ദ മെജോറിറ്റി ഈസ് കെപ്റ്റ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. പക്ഷേ അതിൻ്റെ മെജോറിറ്റി അതിൻ്റെ കൂടുതൽ ഭാഗവും അത് കൈക്കലാക്കുന്നത് ആരാണ്? ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മുതലാളിമാരാണ്. മനസ്സിലായോ? ഇതാണ് സർപ്ലസ് വാല്യൂ തിയറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. അക്കോർഡിംഗ് ടു ദ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ തിയറി അനുസരിച്ച് ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ദ ലേബർ ഓഫ് ദ വർക്കേഴ്സിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് പ്രൊഡക്ഷൻ്റെ ബേസിസ് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വർക്കേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികളുടെ ലേബറാണ്. തൊഴിലാളികളുടെ ലേബർ എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ അധ്വാനമാണ്. പക്ഷേ ബട്ട് ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് ദിസ് പക്ഷേ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഗിവൺ ടു ദ ലേബർ എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നൽകുന്നുള്ളൂ. ഗിവൺ ടു ദ ലേബറർ തൊഴിലാളികൾക്ക് നൽകുന്നുള്ളൂ. ആൻഡ് ദ മെജോറിറ്റി, അതിൻ്റെ മെജോറിറ്റി ഭാഗം മെജോറിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ ഭൂരിഭാഗവും ഈസ് കെപ്റ്റ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ മുതലാളിമാർ. അത് കൈക്കലാക്കുന്നത് ആരാണ്? മുതലാളിമാരാണ്. ഇതാണ് സർപ്ലസ് വാല്യൂ തിയറി. ആരുടെ? കാൾ മാർക്സ്. സർപ്ലസ് വാല്യൂ തിയറി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാൾ മാർക്സ്. നോക്കിയോളൂ, കാൾ മാർക്സിൻ്റെ മിച്ചമൂല്യ സിദ്ധാന്തത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. നോക്കിയോളൂ, മിച്ചമൂല്യ സിദ്ധാന്തം അനുസരിച്ച് ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ തൊഴിലാളിക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു. മനസ്സിലായോ? അപ്പം മിച്ചമൂല്യ സിദ്ധാന്തം അനുസരിച്ച് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ തൊഴിലാളികൾക്ക് നൽകുന്നുള്ളൂ. അധിക ഭാഗവും കൈക്കലാക്കുന്നത് ആരാണ്? മുതലാളിമാരാണ്. ഇതാണ് മിച്ചമൂല്യ സിദ്ധാന്തം. മിച്ചമൂല്യ സിദ്ധാന്തം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാൾ മാർക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനെ, സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര്? ദ നെയിം ഓഫ് എക്കണോമിസ്റ്റിൻ്റെ പേര് എഴുതണം. ഹു ആർഗ്യൂ എന്ന് വെച്ചാൽ വാദിച്ചു. എന്തിനു വേണ്ടി വാദിച്ചു? ഫോർ ദ തിയറി ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ എക്കണോമിക് സെക്ടറിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യമാണ് എന്ന തിയറിക്ക് വേണ്ടി വാദിച്ച എക്കണോമിസ്റ്റിൻ്റെ പേരെന്താണ്? ഏതാണ് അദ്ദേഹത്തിൻ്റെ പേര്? ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ എക്കണോമിക് സെക്ടർ സാമ്പത്തിക മേഖലയിലെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ആൻസർ JM
കെയ്ൻസ്. അപ്പോൾ അടുത്ത എക്കണോമിസ്റ്റിൻ്റെ പേര് നമ്മൾ പഠിച്ചു. ആരാണ്? ജെ.എം. കെയ്ൻസ്. ജെ.എം. കെയ്ൻസിൻ്റെ കീ പോയിൻ്റ് എന്താണ്? ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ എക്കണോമിക് സെക്ടർ. സാമ്പത്തിക മേഖലയിലെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, അതാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടത്. ജെ.എം. കെയ്ൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ കൺസെപ്റ്റ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ബൈ ദ ജെ.എ. ഷൂംപീറ്റർ. ജെ.എ. ഷൂംപീറ്റർ എന്ന ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തിയറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ സൃഷ്ടിപരമായ നശീകരണം. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ സൃഷ്ടിപരമായ നശീകരണം. അതിനെക്കുറിച്ചൊരു ചെറിയ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഏത് എക്കണോമിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജെ.എ. ഷൂംപീറ്റർ. സൃഷ്ടിപരമായ നശീകരണം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജെ.എ. ഷൂംപീറ്റർ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ്. ഇൻഡസ്ട്രീസ് ആൻഡ് ടെക്നോളജീസ് ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗ്രോത്ത് ത്രൂ ഇന്നവേഷൻ. അതായത് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ വ്യവസായങ്ങളും ടെക്നോളജീസ് സാങ്കേതിക വിദ്യകളും എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗ്രോത്ത്. പുതിയ അവസരങ്ങളും പിന്നെ ഗ്രോത്ത് വളർച്ചയും എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു. ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗ്രോത്ത് എങ്ങനെയാണ്? ത്രൂ ഇന്നവേഷൻ. ഇന്നവേഷൻ എന്ന് വെച്ചാൽ നൂതന കണ്ടുപിടുത്തങ്ങൾ വഴി, അല്ലേ? അപ്പോൾ എന്താണ്? ഇൻഡസ്ട്രീസ് ആൻഡ് ടെക്നോളജീസ് വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗ്രോത്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ അവസരങ്ങളും ഗ്രോത്ത് വളർച്ചയും സൃഷ്ടിക്കുന്നു. ത്രൂ ഇന്നവേഷൻ. ഏത് വഴിയാണ്? ഇന്നവേഷൻ വഴി, അല്ലേ? പുതിയ കണ്ടുപിടുത്തങ്ങൾ വഴി. ബട്ട് ഹി ഓൾസോ ഒപ്പൈൻഡ് ദാറ്റ്. പക്ഷേ അദ്ദേഹം വീണ്ടും അഭിപ്രായപ്പെട്ടു. എന്താണ് അഭിപ്രായപ്പെട്ടത്? എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് ടെക്നോളജീസ് ആർ ഡിസ്ട്രപ്റ്റഡ് ഓർ ഡെസ്ട്രോയിഡ് ബൈ ഇന്നവേഷൻ. എന്നാൽ നിലവിലുള്ള ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ വ്യവസായങ്ങളും ടെക്നോളജീസ് സാങ്കേതിക വിദ്യകളും ഡിസ്ട്രപ്റ്റ് ആവുന്നു അല്ലെങ്കിൽ ഡെസ്ട്രോയ് ആവുന്നു. ഡിസ്ട്രപ്റ്റ് ആവുക എന്ന് വെച്ചാൽ തടസ്സപ്പെടുക, ഡെസ്ട്രോയ് ആവുക എന്ന് വെച്ചാൽ നശിക്കുക. അപ്പോൾ ഒന്നുകിൽ തടസ്സപ്പെടുന്നു അല്ലെങ്കിൽ നശിക്കപ്പെടുന്നു. എങ്ങനെ? ബൈ ഇന്നവേഷൻ. ഈ ഇന്നവേഷൻ വഴി അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ വഴി. മനസ്സിലായോ? അപ്പോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ടെക്നോളജീസ് ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗ്രോത്ത് ത്രൂ ഇന്നവേഷൻ. ഇന്നവേഷൻ വഴി ഇൻഡസ്ട്രീസും ടെക്നോളജീസും പുതിയ ഓപ്പർച്യൂണിറ്റീസും പിന്നെ ഗ്രോത്തും ഒക്കെ സൃഷ്ടിക്കുന്നു. ബട്ട് ഹി ആൾസോ ഒപ്പൈൻഡ് ദാറ്റ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെയും അഭിപ്രായപ്പെട്ടു. എന്താണ് അഭിപ്രായപ്പെട്ടത്? ആരാണ്? ജെ.എ. ഷൂംപീറ്റർ വീണ്ടും അഭിപ്രായപ്പെട്ടു. എന്താണ്? എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ്. ഇപ്പം നിലവിലുള്ള ഇൻഡസ്ട്രീസും ടെക്നോളജീസും ഇപ്പം നിലവിലുള്ള വ്യവസായങ്ങളും പിന്നെ സാങ്കേതിക വിദ്യയും ഡിസ്ട്രപ്റ്റ് ആവുന്നു അല്ലെങ്കിൽ തടസ്സപ്പെടുകയോ ഡെസ്ട്രോയിഡ് നശിക്കപ്പെടുകയോ ചെയ്യുന്നു. എങ്ങനെ? ബൈ ഇന്നവേഷൻ. ഈ ഇന്നവേഷൻ വഴി അല്ലെങ്കിൽ നൂതന ആശയങ്ങൾ വഴി. കേട്ടോ? സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജെ.എ. ഷൂംപീറ്ററിൻ്റെ സൃഷ്ടിപരമായ നശീകരണത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്താണ്? വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നു. അടുത്ത നമ്മൾ ഈ പഠിച്ച ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ചുവടെ നൽകിയിരിക്കുന്ന നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുള്ള ടേബിളാണ് കേട്ടോ. എക്സാമിന് ഇങ്ങനെയുള്ള ടേബിൾ വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നോക്കില്ല, ചുവടെ നൽകിയിരിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ഒന്നാമത്തത്, സ്മാർട്ട് ഫോൺ വ്യവസായങ്ങളുടെ ആവിർഭാവം ടേപ്പ് റെക്കോർഡർ, വീഡിയോ പ്ലെയർ, ഫിലിം ക്യാമറ എന്നീ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. ഇത് ആരുടെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആരുമായിട്ടാണ്? ജെ.എ. ഷൂംപീറ്റർ അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? പഴയ കാര്യങ്ങളൊക്കെ ഒന്നുകിൽ ഡിസ്ട്രപ്റ്റ് ആവും അല്ലെങ്കിൽ ഡെസ്ട്രോയ് ആവും എന്ന് പറഞ്ഞു അല്ലേ? അതായത് ഇവിടെ വന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൽ തന്നെ നമുക്ക് വീഡിയോ പ്ലെയർ ഉണ്ട്, ഫിലിം ക്യാമറ, അതായത് ഇതൊക്കെ അവൈലബിൾ ആണ് അല്ലേ? സ്മാർട്ട് ഫോണിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയും, വീഡിയോ എടുക്കാൻ കഴിയും, അതുപോലെ സിനിമ കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. അപ്പം ഈ വീഡിയോ പ്ലെയർ, ഫിലിം ക്യാമറ, അതിൻ്റെയൊക്കെ വ്യവസായങ്ങൾ, ടേപ്പ് റെക്കോർഡർ, അതിൻ്റെയൊക്കെ വ്യവസായങ്ങൾ നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ജെ.എ. ഷൂംപീറ്ററാണ് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ ജെ.എ. ഷൂംപീറ്റർ. അതിന് അടുത്ത രണ്ടാമത്തെ നോക്കിയോളൂ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യമാണെന്ന് പറഞ്ഞത് ജെ.എം. കെയ്ൻസ്. അടുത്തത്, രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാക്കാനും ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാനും കഴിയും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാണാണ്
ഡേവിഡ് റിക്കാർഡോ. ആരാണ്? ഡേവിഡ് റിക്കാർഡോ. അടുത്തത് ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കാൾ മാർക്സ്. അല്ലേ? ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് കാൾ മാർക്സ്. ഓക്കെ ആണല്ലോ. അടുത്ത ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ള നോക്കള്. ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദ ഐഡിയാസ് ഗിവൺ ബിലോ ആർ റിലേറ്റഡ് ടു ദ ഐഡിയാസ് ഓഫ് ഡിഫറൻറ്റ് എക്കണോമിസ്റ്റ്. വിവിധ എക്കണോമിസ്റ്റിൻ്റെ അഭിപ്രായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐഡിയാസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റായിട്ടുള്ള എക്കണോമിസ്റ്റിൻ്റെ പേര് നമ്മൾ ആ കോളത്തിൽ എഴുതി ചേർക്കണം. ഒന്നാമത്തെ എന്താണ്? ദ റൈസ് ഓഫ് ദി സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രീസ് ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ദ ടേപ്പ് റെക്കോർഡർ, വീഡിയോ പ്ലെയർ ആൻഡ് ഫിലിം ക്യാമറ ഇൻഡസ്ട്രീസ്. അതായത് ഈ സ്മാർട്ട് ഫോണിൻ്റെ വ്യവസായത്തിൻ്റെ ഉദയത്തോടു കൂടി അത് ഏതിൻ്റെയൊക്കെ നാശത്തിലേക്ക് നയിച്ചു? ടേപ്പ് റെക്കോർഡറിൻ്റെയും വീഡിയോ പ്ലെയറിൻ്റെയും ഫിലിം ക്യാമറ അങ്ങനെയുള്ള വ്യവസായങ്ങളുടെ നാശത്തിലേക്ക് നയിച്ചു. അങ്ങനെ പറയാണ്. അപ്പോൾ അത് ആരുടെ അഭിപ്രായമായിട്ട് യോജിച്ചതാണ്? ജെ എ ഷൂംപീറ്റർ. ആ ഒരു സിദ്ധാന്തത്തിന് അദ്ദേഹം ഒരു പേര് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ജെ ഷൂംപീറ്ററിൻ്റെ ആ ഒരു തിയറിക്ക് എന്ത് പേരാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, സൃഷ്ടിപരമായ നശീകരണം. എന്താണ്? ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ സൃഷ്ടിപരമായ നശീകരണം എന്നാണ് അദ്ദേഹം അതിന് കൊടുത്ത പേര്. അടുത്തത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് നീഡഡ് ടു സോൾവ് എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജെ എം കെയ്ൻസ്. അല്ലേ? ആരാണ്? ജെ എം കെയ്ൻസ്. അടുത്തത് ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ് ക്യാൻ ബെനിഫിറ്റ് ബോത്ത് ദ കൺട്രീസ് ആൻഡ് ഇൻക്രീസ് ദ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, മാത്രമല്ല അവിടങ്ങളിലുള്ള ജനങ്ങൾക്കത് ക്ഷേമം ഉണ്ടാക്കുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് ഡേവിഡ് റിക്കാർഡോ. ആരാണ്? അങ്ങനെ അഭിപ്രായപ്പെട്ട എക്കണോമിസ്റ്റിൻ്റെ പേരാണ് ഡേവിഡ് റിക്കാർഡോ. അദ്ദേഹത്തിൻ്റെ ഒരു തിയറി ഉണ്ടല്ലോ, തിയറി ഓഫ് റെൻറ്റ്, അല്ലേ? പാട്ട സിദ്ധാന്തം എന്ന് പറയും. അതും ഡേവിഡ് റിക്കാർഡോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ ലേബർ ഓഫ് ദി വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ ലേബറാണ് പ്രൊഡക്ഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അതായത് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് കാൾ മാർക്സ് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഏത് തിയറി വഴിയാണ്? തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ചമൂല്യ സിദ്ധാന്തം വഴി. അടുത്തത് ഹൂ ഡിവൈസ്ഡ് ആൻ എഫിഷ്യൻറ്റ് ടാക്സ് സിസ്റ്റം ഫോർ കൺട്രീസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ആൻഷ്യൻറ്റ് ഇന്ത്യ. അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമിസ്റ്റാണ് കേട്ടോ. ഇന്ത്യൻ എക്കണോമിസ്റ്റിനെയൊക്കെ കുറിച്ചാണ്. അപ്പോൾ അതിലൊന്നാമത്തെ ആൾ ചാണക്യൻ എന്ന് പറയും. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ കാര്യക്ഷമമായ നികുതി സമ്പ്രദായം അത് വിഭാവനം ചെയ്ത ഒരു ആൻഷ്യൻ്റ് ഇന്ത്യയിലെ എക്കണോമിസ്റ്റാണ് ആര്? ചാണക്യ അല്ലെങ്കിൽ ചാണക്യൻ എന്ന് പറയും. ആരാണ്? ചാണക്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചാണക്യനായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കീ പോയിന്റ് എഫിഷ്യൻറ്റ് ടാക്സ് സിസ്റ്റം ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ, പ്രാചീന ഇന്ത്യയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം, അല്ലേ, കാര്യക്ഷമമായ നികുതി സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ചാണക്യൻ അല്ലെങ്കിൽ ചാണക്യ. അടുത്തത് ഹു വാസ് ദ ഒറിജിനേറ്റർ ഓഫ് ദി ഡ്രെയിൻ തിയറി. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, അല്ലേ? മുൻപത്തെ യൂണിറ്റുകളിൽ നമ്മൾ പഠിച്ചതാണ്. ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം ആരാണ് കൊണ്ടുവന്നത്? ദാദാബായ് നവറോജി. നെക്സ്റ്റ്, വിച്ച് ടു ബുക്സ് ബൈ ഗാന്ധിജി ഡെസ്ക്രൈബ് ഹിസ് എക്കണോമിക് വിഷൻസ്. അതായത് ഗാന്ധിജിയുടെ സാമ്പത്തിക ദർശനങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ 2 പുസ്തകങ്ങളാണ്. അതിൽ അദ്ദേഹം എക്കണോമിക്സിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ള 2 പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഹിന്ദ് സ്വരാജ് ആൻഡ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഹിന്ദ് സ്വരാജ് എന്നും ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, അതുമാണ് ആ 2 പുസ്തകങ്ങൾ. മലയാളത്തിലും ഇംഗ്ലീഷിലും അത് തന്നെയാണ് പറയുന്നത്. ഹിന്ദ് സ്വരാജ് എന്നും പിന്നെ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. അടുത്തത് വാട്ട് ആർ ദ ഗാന്ധിജീസ് എക്കണോമിക് തോട്ട്സ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ എന്തെല്ലാമായിരുന്നു? എക്കണോമിക് തോട്ട്സ് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ? ഒന്നാമത്തത്, ഗാന്ധിജി എൻവിഷൻഡ് ആൻ എക്കണോമി ബേസ്ഡ് ഓൺ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഗാന്ധിജി എൻവിഷൻഡ്, അതായത് ഗാന്ധിജി വിഭാവനം ചെയ്തത് എന്താണ്? വിഭാവനം ചെയ്തത് അൻ എക്കണോമി, ഒരു സമ്പദ് വ്യവസ്ഥ അദ്ദേഹം വിഭാവനം ചെയ്തു. എന്തിനെ ബേസ്ഡ് ഓൺ, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള എക്കണോമിയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്? സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടേമാണ് ഇത്. ഏത്? ഈ സെൽഫ് സഫിഷ്യൻസി അല്ലെങ്കിൽ സ്വയം പര്യാപ്തത. പിന്നെ ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം എന്ന് പറയും. അപ്പോൾ
ഗാന്ധിജി എൻവിഷൻ ചെയ്ത ഒരു എക്കണോമി എന്ന് പറയുന്നത് എങ്ങനെയുള്ള എക്കണോമിയാണ്? ആ ഒരു എക്കണോമി ബേസ് ചെയ്തിട്ടുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സ്വയം പര്യാപ്തവും പിന്നെ വികേന്ദ്രീകരണത്തിൽ അതിലധിഷ്ഠിതവുമായിട്ടുള്ള ഒരു എക്കണോമി അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി എൻവിഷൻ ചെയ്തത്, ഗാന്ധിജി വിഭാവനം ചെയ്തത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, റൂറൽ ഇൻഡസ്ട്രീസ് നീഡ് ടു ബി നർച്ചേർഡ് ടു ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ലോക്കലി. റൂറൽ ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലുള്ള ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ അല്ലേ, ഗ്രാമങ്ങളിലുള്ള വ്യവസായങ്ങൾ നീഡ് ടു ബി നർച്ചേർഡ്. എന്ത് ചെയ്യണം? അവയെ നർച്ചർ ചെയ്യണം, അതായത് പരിപോഷിപ്പിക്കണം. റൂറൽ ഇൻഡസ്ട്രീസിനെ നർച്ചർ ചെയ്യണം. റൂറൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഗ്രാമീണ വ്യവസായത്തെ എന്ത് ചെയ്യണം? പരിപോഷിപ്പിക്കണം. എന്തിനാണ്? ടു ഇൻക്രീസ് ചെയ്യാൻ. എന്ത് ഇൻക്രീസ് ചെയ്യണം? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റൂറൽ ഇൻഡസ്ട്രീസിനെ നമ്മൾ എന്ത് ചെയ്യണം? നർച്ചർ ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മനസ്സിലായോ? അപ്പോൾ റൂറൽ ഇൻഡസ്ട്രീസ് നീഡ് ടു ബി നർച്ചേർഡ്. റൂറൽ ഇൻഡസ്ട്രീസിനെ നമ്മൾ എന്ത് ചെയ്യണം? നർച്ചർ ചെയ്യണം, പരിപോഷിപ്പിക്കണം. എന്തിനാണ്? ടു ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലോക്കലായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ പോയിന്റ്, എക്സ്പാൻഡ് ലോക്കൽ മാർക്കറ്റ്സ് ഫോർ മാർക്കറ്റിംഗ് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. പ്രാദേശികമായിട്ട് ലോക്കലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് അല്ലേ, നമ്മൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം? മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, അതിൻ്റെ വിപണനത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോക്കൽ മാർക്കറ്റുകൾ അല്ലേ, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള മാർക്കറ്റുകളുണ്ടല്ലോ, അതിനെ എക്സ്പാൻഡ് ചെയ്യണം, അതിനെ കൂടുതൽ വിപുലീകരിക്കണം. മനസ്സിലായോ? എക്സ്പാൻഡ് ലോക്കൽ മാർക്കറ്റ്സ്. ലോക്കൽ മാർക്കറ്റിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, വിപുലീകരിക്കണം. എന്തിനാണ്? ഫോർ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ വിപണനം നടത്താൻ. എന്ത് വിപണനം നടത്താൻ? ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. പ്രാദേശികമായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ അല്ലേ, ഗുഡ്സ്, സാധനങ്ങളൊക്കെ വിപണനം നടത്താൻ വേണ്ടിയിട്ട് ലോക്കൽ മാർക്കറ്റിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ഇനി അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ്, എക്കണോമിക് ഇനിക്വാളിറ്റി ഷുഡ് ബി അലീവിയേറ്റഡ് ടു എൻഷുവർ സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് വെച്ചാൽ സാമൂഹിക നീതി, അത് എൻഷുർ ചെയ്യുക അല്ലെങ്കിൽ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്കണോമിക് ഇനിക്വാളിറ്റി, സാമ്പത്തിക അസമത്വം. എക്കണോമിക് എന്ന് വെച്ചാൽ സാമ്പത്തികം, ഇനിക്വാളിറ്റി എന്ന് വെച്ചാൽ അസമത്വം അല്ലേ, സാമ്പത്തിക അസമത്വം എന്ത് ചെയ്യണം? ഷുഡ് ബി അലീവിയേറ്റഡ് എന്ന് വെച്ചാൽ കുറയ്ക്കുക അല്ലെങ്കിൽ ലഘൂകരിക്കുക എന്നൊക്കെയാണ് മീനിങ്. അപ്പോൾ എക്കണോമിക് ഇനിക്വാലിറ്റി ഷുഡ് ബി അലീവിയേറ്റഡ്. എക്കണോമിക് ഇനിക്വാലിറ്റി എന്ന് വെച്ചാൽ സാമ്പത്തിക അസമത്വം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ടു എൻഷുർ, നമ്മൾ എൻഷുർ ചെയ്യണം, ഉറപ്പാക്കണം. എന്ത് ഉറപ്പാക്കണം? സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹിക നീതി ഉറപ്പാക്കണം. ഇത്രയാണ് ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ട്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. മലയാളം മീഡിയംകാർക്കുള്ള നോക്കിയുള്ളൂ. ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ. ഒന്നാമത്തത്, സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. ഒന്നാമത്തത്. രണ്ടാമത്തത്, പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. പ്രാദേശികമായിട്ടുള്ള തൊഴിലവസരങ്ങൾ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാമീണ വ്യവസായങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പരിപോഷിപ്പിക്കണം. മൂന്നാമത്തത്, പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. പ്രാദേശികമായിട്ട് നമ്മൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രാദേശികമായിട്ട് വിപണികൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണം അല്ലേ, വിപുലപ്പെടുത്തണം. അടുത്തത്, സാമൂഹിക നീതി ഉറപ്പാക്കാനായി നമ്മൾ എന്ത് ചെയ്യണം? സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം അല്ലേ. സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ട് സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. ഇത്രയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ. അടുത്തത്, ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ എക്കണോമിസ്റ്റ് ടു വിൻ ദ നൊബേൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ, അമർത്യ കുമാർ സെൻ. ആരാണ്? അമർത്യ കുമാർ സെൻ. അദ്ദേഹത്തിന് 1998 ഈ നൊബേൽ പ്രൈസ് ലഭിച്ചത്. എക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് ലഭിച്ച ഫസ്റ്റ് ഇന്ത്യനാണ് ആര്? അമർത്യ കുമാർ സെൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ഹു വോൺ ദ നൊബേൽ പ്രൈസ് ഇൻ 1998. ഒരു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന് 1998 നൊബേൽ പ്രൈസ് ലഭിച്ചു. ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു വെൽഫെയർ എക്കണോമിക്സ് ഈസ്. വെൽഫെയർ എക്കണോമിക്സ് അല്ലെങ്കിൽ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിന് അല്ലെങ്കിൽ സംഭാവനകൾക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു നൊബേൽ പ്രൈസ് 1998 ലഭിച്ചത്. അതാരാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് 1998 നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര്?
നിങ്ങൾക്ക് കൂടെ ആൻസർ അറിയാം. 98 നൊബേൽ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ എക്കണോമിസ്റ്റ് അമർത്യ സെൻ ആണ് അല്ലേ. അദ്ദേഹത്തിന് ഏത് ഫീൽഡിലാണ് ഈ ഒരു നൊബേൽ പ്രൈസ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ വെൽഫെയർ എക്കണോമിക്സ് എന്ന് എഴുതണം. എന്താണ് വെൽഫെയർ എക്കണോമിക്സ് അല്ലേ. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലാണ് ആർക്ക് കിട്ടിയത്? അമർത്യ സെന്നിന് എക്കണോമിക്സിലെ നൊബേൽ പ്രൈസ് 1998 ലഭിച്ചത്. അപ്പോൾ 1998 നൊബേൽ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെൻ, അദ്ദേഹത്തിന് 98 ലഭിച്ചത് ആണല്ലോ. പിന്നെ ഏത് ഫീൽഡിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്? വെൽഫെയർ എക്കണോമിക്സ് അല്ലെങ്കിൽ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം. ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അമർത്യ സെൻസ് തോട്ട്സ് ഓൺ വെൽഫെയർ എക്കണോമിക്സ്? അമർത്യ സെന്നിൻ്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തെല്ലാമാണ്? അദ്ദേഹത്തിൻ്റെ വെൽഫെയർ എക്കണോമിക്സ് തോട്ട്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത്, emphasis should be placed on education, health care and social justice to achieve economic progress. അല്ലെ, എക്കണോമിക് പ്രോഗ്രസ് എന്ന് വെച്ചാൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് എംഫസിസ് ചെയ്യാനുള്ളത്? എംഫസിസ് ഊന്നൽ നൽകേണ്ടത് ഏതൊക്കെയാണ്? എംഫസിസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ, ഊന്നൽ നൽകേണ്ടത് എവിടേക്കാണ്? ഓൺ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്, ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണത്തിന്, ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി. അപ്പോൾ അമർത്യ സെന്നിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക് പ്രോഗ്രസ് അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എംഫസിസ് പ്ലേസ് ചെയ്യേണ്ട ഫീൽഡ് ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തത്, ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെൻറ്റ് ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എന്തൊക്കെയാണ്? എസെൻഷ്യൽ എന്ന് വെച്ചാൽ അനിവാര്യം എന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. എന്തൊക്കെയാണ് ഒഴിച്ചുകൂടാനാവാത്തത്? ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വം, പിന്നെ വുമൺ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണം. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി, വുമൺ എംപവർമെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ വളരെ എസെൻഷ്യലാണ് അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഏതിന്? ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ പുരോഗതിക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 പോയിന്റ് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഷുഡ് ബി ഇവാലുവേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വികസനം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടത് എന്തിൻ്റെ ബേസിസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്. അതായത് മനുഷ്യ അവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും അത് ചെലുത്തുന്ന ഇൻഫ്ലുവൻസ്, സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വികസനം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക വികസനം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വിലയിരുത്തണം. എന്തിൻ്റെ ബേസിസ്? ഓൺ ദ ബേസിസ് ഓഫ്, എന്തിൻ്റെ ബേസിസിലാണ്? ഇൻഫ്ലുവൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം. മനുഷ്യൻ്റെ അവകാശങ്ങൾ, മനുഷ്യാവകാശം, അതായത് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളും പിന്നെ ഫ്രീഡംസ്, മനുഷ്യൻ്റെ ഒരു ഫ്രീഡം അല്ലേ, സ്വാതന്ത്ര്യം, ഇതിൻ്റെ രണ്ടിലും ചെലുത്തുന്ന സ്വാധീനം എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇത് 3 അമർത്യ സെന്നിൻ്റെ തോട്ട്സ് ഓൺ വെൽഫെയർ എക്കണോമിക്സ്. വെൽഫെയർ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ തോട്ട്സ് അല്ലെങ്കിൽ ചിന്തകളെന്ന് പറയുന്നത്. നമുക്കിനി മലയാളം മീഡിയംകാർക്കുള്ള നോക്കാം. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. ഇതാണ് സാമ്പത്തിക പുരോഗതി കൈവരിക്കണമെങ്കിൽ 3 കാര്യങ്ങളിൽ നമ്മൾ ഊന്നൽ നൽകണം. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, പിന്നെ ആരോഗ്യ സംരക്ഷണം, പിന്നെ സാമൂഹിക നീതി. അടുത്ത 2ാമത്തെ പോയിന്റ്, ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം, ഇത് രണ്ടും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വളരെ അനിവാര്യമാണ്. 3ാമത്തത്, സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം. സാമ്പത്തിക വികസനം നമ്മൾ വിലയിരുത്തേണ്ടത് ഏതിലൊക്കെ ബേസ് ചെയ്തിട്ടാണ്? മനുഷ്യാവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും അത് ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം. അപ്പോൾ ഇത് 3 അമർത്യ സെൻസ് തോട്ട്സ്. അമർത്യ സെന്നിൻ്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ. അടുത്ത ക്വസ്റ്റിന്, നെയിം ദ ഇന്ത്യൻ അമേരിക്കൻ എക്കണോമിസ്റ്റ് വാസ് അവാർഡഡ് ദ 2019 നൊബേൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. ഏത് ഇന്ത്യൻ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭ്യമായത്? ആർക്കാണ് ലഭിച്ചത്? ആൻസർ അഭിജിത്ത് വിനായക് ബാനർജി. അഭിജിത്ത് വിനായക് ബാനർജി എന്ന എക്കണോമിസ്റ്റിനാണ് 2019 നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഏതിൽ? എക്കണോമിക്സിൽ. 2019 എക്കണോമിക്സിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. അദ്ദേഹം ഇന്തോ അമേരിക്കൻ എക്കണോമിസ്റ്റാണ് കേട്ടോ.
ഫുള്ളി ഇന്ത്യക്കാരനല്ല, ഇൻഡോ അമേരിക്കൻ എക്കണോമിസ്റ്റാണ് ഈ പറയുന്ന അഭിജിത്ത് വിനായക് ബാനർജി. അദ്ദേഹത്തിന് മാത്രമായിട്ടല്ല 2019 എക്കണോമിസ്റ്റിൻ്റെ നൊബേൽ പ്രൈസ് ലഭിച്ചത്. മറ്റ് 2 ആൾക്കാരുമായിട്ട് അദ്ദേഹം പങ്കിടുകയാണ് ഉണ്ടായത്. അതാരൊക്കെയാണ്? അവരുടെ പേരാണ് എസ്തർ ഡുഫ്ലോ. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അപ്പം നിങ്ങളത് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ 2 പേരുകളും പഠിക്കേണ്ടതാണ്. ആരൊക്കെയാണ്? എസ്തർ ഡുഫ്ലോ, പിന്നെ മൈക്കൽ ക്രമർ, എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രമർ. ഇങ്ങനെ കുറച്ച് തവണ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക കേട്ടോ. അപ്പം 2019 നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആരൊക്കെയായിരുന്നു? എക്കണോമിക്സിലെ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് 3 ആൾക്കാരായിരുന്നു. ഒന്നാമത്തെ ആൾ നമുക്കറിയാം, അഭിജിത്ത് വിനായക് ബാനർജി. അദ്ദേഹം ഇൻഡോ അമേരിക്കൻ എക്കണോമിസ്റ്റാണ്. രണ്ടാമത്തെ ആൾ എസ്തർ ഡുഫ്ലോ. അതാണ് എസ്തർ ഡുഫ്ലോ. മൂന്നാമത്തെ ആൾ മൈക്കൽ ക്രമർ. അടുത്തത് എന്തിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് അഭിജിത്ത് ബാനർജിക്ക് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? അഭിജിത്ത് ബാനർജി ഓൺ ദ 2019 നൊബേൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് ഫോർ ഹിസ് റിസർച്ച് ഓൺ എന്തിൻ്റെ റിസർച്ചിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്? ആൻ എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് ടു ഗ്ലോബൽ പോവർട്ടി ഇറാഡിക്കേഷൻ. ഗ്ലോബൽ പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് വെച്ചാൽ ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിൻ്റെ പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് എന്താണ്? ആൻ എക്സ്പെരിമെൻ്റൽ അപ്രോച്ച്. പരീക്ഷണാത്മകമായിട്ടുള്ള അപ്രോച്ച് ഉണ്ടായിരുന്നു. ഏതിൽ? ടു ഗ്ലോബൽ പോവർട്ടി ഇറാഡിക്കേഷൻ, ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന്. അതിനാണ് ആർക്ക് പ്രൈസ് ലഭിച്ചത്? അഭിജിത്ത് വിനായക് ബാനർജിക്ക് പ്രൈസ് ലഭിച്ചത്. ആൻ എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് ടു ഗ്ലോബൽ പോവർട്ടി ഇറാഡിക്കേഷൻ. കേട്ടോ, അതങ്ങനെ തന്നെ പഠിക്കണം. ആൻ എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് ടു ഗ്ലോബൽ പോവർട്ടി ഇറാഡിക്കേഷൻ. അപ്പോൾ ഗ്ലോബൽ പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന ആ വേർഡ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിജിത്ത് വിനായക് ബാനർജി. പോവർട്ടി ഇറാഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അഭിജിത്ത് വിനായക് ബാനർജി. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ വെൽഫെയർ എക്കണോമിക്സ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമർത്യ കുമാർ സെൻ. സെൽഫ് സഫിഷ്യൻസി ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ സ്വയം പര്യാപ്തത, അതുപോലെ വികേന്ദ്രീകരണം, ഈ 2 വേർഡ്സ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് താഴെ ഒരു ട്രീ കണ്ടോ, ഒരു ട്രീ. അതായത് നെയിം സം എക്കണോമിക്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദെയർ തോട്ട്സ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് ദ മിസ്സിംഗ് വൺ. അതായത് ഇന്ത്യയിലെ ചില എക്കണോമിസ്റ്റിൻ്റെയും അവരുടെ തോട്ട്സിൻ്റെ ഒക്കെ ഒരു ട്രീ ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ വിട്ടുപോയത് നമ്മൾ പൂരിപ്പിക്കണം. മിസ്സിംഗ് വൺസിന് നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് ഏറ്റവും താഴെ കൊടുത്തുള്ളത് ചാണക്യമായിട്ട് ബന്ധപ്പെട്ട് എന്താ കൊടുത്തുള്ളത്? എഫിഷ്യൻറ്റ് ടാക്സ് സിസ്റ്റം. എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള നികുതി സമ്പ്രദായം. അടുത്തത് ദാദാബായ് നവറോജിയായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം. ഇനി എന്താ കൊടുത്തുള്ളത്? സെൽഫ് സഫിഷ്യൻസിയും ഡീസെൻട്രലൈസേഷനും ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് അമർത്യ കുമാർ സെനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? വെൽഫെയർ എക്കണോമിക്സ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം. അടുത്തത് പോവർട്ടി ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് അഭിജിത്ത് വിനായക് ബാനർജിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് ഫില്ലപ്പ് ചെയ്യേണ്ടത്. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത് ചാണക്യൻ എന്താണ്? കാര്യക്ഷമമായ നികുതി സമ്പ്രദായം. അടുത്തത് ദാദാബായ് നവറോജിയായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ ചോർച്ചാ സിദ്ധാന്തം. പിന്നെ സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം, ഈ 2 വേർഡ്സ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അമർത്യ കുമാർ സെനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം. അടുത്ത ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിജിത്ത് വിനായക് ബാനർജി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ യൂണിറ്റും കംപ്ലീറ്റ് ആയേ. 4ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉള്ള പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലതായിട്ട് പഠിച്ച് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ.